ഇക്ക എനിക്കില്ലേ മന്തി ഉണ്ടാക്കി തരുമോ? മന്തിയോ? ആ മന്തി ആദ്യമായിട്ട് ഇക്ക ഉണ്ടാക്കി തരുമോ? ആലോചിക്കട്ടെ. എന്താക്ക ഉണ്ടാക്കി തരുമോ? ഓക്കെ ഒരു കാര്യം ചെയ്യണം, നമുക്കൊരു മന്തി നൈറ്റ് ആക്കാം. ഓക്കെ, മന്തിയും അതിന്റെ സൈഡ് സാലഡ്സും അപ്പം ഒരു ടാബില് നമുക്ക് സിനിമയും വാച്ച് ചെയ്ത് കഴിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാ പണിയും എൻ്റെ ഇക്ക കൊടുത്തു. അരി കുറച്ച് അരിയുള്ള എൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ കടയിൽ കൊണ്ടിരുന്നു. ഇത് കഴുകണ്ടേ? കഴുകിയിട്ട് 1 മണിക്കൂർ വെള്ളത്തിലേക്ക് ഞാൻ കഴിക്കാം വീഡിയോ ഓഫാക്കി കഴിഞ്ഞതിനെ കൊണ്ട് ഞാൻ വീഡിയോ ഓഫാക്കൂല വീഡിയോ ഓഫാക്കിയിട്ട് കഴിപ്പിക്കണമല്ല സിനിമ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കിംഗ് എന്നൊരു കലയാണ്, കല എടുക്കണം. അതൊക്കെ നല്ല വൃത്തിയോടെ കഴുകി ഇതാക്കണം. ക്യാമറയുടെ ബാക്കിൽ വന്നിട്ട് വോയിസ് കൊണ്ടൊന്നും കാര്യമില്ല, ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതാക്കണം. മനസ്സിലായില്ലേ? എന്തെല്ലാം പറയണ്ടോ? ശരി, ഒരു കാര്യം നീ കഴിക്കും, ഞാൻ ചിക്കൻ പറ്റട്ടെ. ഹായ്, അടുത്ത നമുക്ക് കോഴി അന്നപ്പോട്ടെ തല മാത്രം കുറവുണ്ട്. ഇത് നമുക്ക് സെറ്റാക്കണം, വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഏകദേശം ഞാൻ കുറെ അതിന്റെ തോടൊക്കെ കളഞ്ഞു, ഇനി കുറച്ച് കളയാനുണ്ട്. പണ്ട് കണ്ട മോഹൻലാലിന്റെ സിനിമ അല്ലേ, ബോയിങ് ബോയിങ്, ആദ്യത്തെ പോലെ ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി കളിച്ചാലേ സിനിമ. വലത്തോട്ട് 4 കറക്ക്, ഇടത്തോട്ട് 4 അങ്ങനെ കറക്കുമ്പോ രസമുണ്ട്. സിനിമയില് ഭയങ്കര ഇതാണ് കോഴി പിടിക്കാൻ. പക്ഷെ ഇത് കഴിക്കാൻ അവൾക്കൊരു പ്രശ്നമാണ്, ബാക്കിലോട്ട് ഇങ്ങനെ പോയി കൂടെ ഇരിക്കും. അയ്യോ, മുറിച്ചു, എന്റെ ഹാർട്ട് മുറിച്ചു. അല്ല, എന്റെ ഹാർട്ടല്ല, കോഴിന്റെ ഹാർട്ട് മുറിച്ചു. ചിക്കനൊക്കെ കട്ട് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത് സിനിമയിലുള്ള പണിയാണ്. മറ്റേ മന്തിക്കുള്ള മസാല ഉണ്ടാക്കണം. കഷ്ടപ്പെട്ട് വെളുത്തുള്ളി വലിച്ചിട്ട് കരയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ടാണ്. മറ്റേ വെള്ളുള്ളിയൊക്കെ വെട്ടുമ്പോൾ കരയുന്നുണ്ട്, പക്ഷെ വെളുത്തുള്ളി നമ്മൾ കറക്റ്റായിട്ട് പ്രിസൈസിലാണ്ട് കട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ തന്നെ ഇള്ളയിൽ വെച്ചിട്ട് വലിയത് എടുത്ത്, എന്നിട്ട് അവള് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈം എടുക്കണത്. അത് ഭയങ്കര ടൈം പെട്ടെന്ന് എടുക്കാവുള്ള, പെട്ടെന്ന് പെട്ടെന്ന് ആവണ്ടേ. നമ്മളിങ്ങനെ കുക്കിംഗ് കോമ്പറ്റീഷനൊക്കെ പോണ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ എല്ലാ പരിപാടികളും ചെയ്യണം. അതിനൊന്നും ഇങ്ങനെ സമയം തരില്ല, മനസ്സിലായോ? സിനിമയില് ഉള്ളി കട്ട് ചെയ്യാനുള്ള ടാസ്ക്കാണ് ഞാൻ കൊടുത്തിരുന്നത്. ഉള്ളിയും ക്യാപ്സിക്കം ഇത് രണ്ടും കട്ട് ചെയ്യണം പറഞ്ഞൊക്കെ എന്നോടുള്ള ആ ഒരു ദേഷ്യം മൊത്തം ഇതിൽ തീർക്കുന്നുണ്ട്. മനസ്സിലായോ? അല്ല സീനോ, നല്ലപോലെ കട്ട് ചെയ്യാൻ അങ്ങോട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാൻ കണ്ടി മുറിയിട്ടങ്ങോട്ട് ഉള്ളി. അങ്ങനെ തന്നെ. അത് അഭിനയിച്ച സീന് ഏതെങ്കിലും ഒരു കഷ്ണം മതി, 2 പേർക്കല്ലേ ഉള്ളൂ. അത് മതി, ഒരു കഷ്ണം മതി. ഇതെടുത്തോ, അതാണ് മാറ്റി വെച്ചോ. ഞാൻ കട്ട് ചെയ്യാം. അത് ഇതേപോലെ ഇങ്ങനെ കിട്ടോ. അത് വേണ്ട, ക്യാപ്സിക്കൻ്റെ അത് മാത്രം മതി. അങ്ങനെ നൈസായി ഞാൻ സിനുവിൻ്റെ കയ്യിൽ മസാലകളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. സന്തോഷമായില്ലേ സിനു? ഇനി ഞാൻ നന്നായിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യും. ചിക്കനിൽ മൊത്തം അങ്ങോട്ട് ഇതാക്ക്, മാരിനേറ്റ് ചെയ്യും, ഞാൻ ചെയ്യും. അങ്ങനെ തന്നെ നല്ലപോലെ അങ്ങോട്ട് ചെയ്യും. അങ്ങോട്ട് പിടിക്കട്ടെ അങ്ങോട്ട് കോഴിയില്. കോഴി നൈസായിട്ട് എനിക്ക് കഴുകാൻ തന്നിട്ട് ഇപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ഇത് അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് ആവട്ടെ. മസാല നല്ലപോലെ പിടിച്ചാലാണ് കേട്ടോ മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ല സിനോ, ഇതിപ്പോൾ ഇന്നത്തെ മന്തി നൈറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓക്കെ അല്ലേ? മസാലയൊക്കെ തേക്കാൻ പണി വന്നപ്പോൾ ഇഷ്ടമായില്ലേ? ചിക്കന് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ? അപ്പോൾ നല്ലൊരു പണിയായിരുന്നില്ലേ എനിക്ക്? ജസ്റ്റ് ആ മസാല നല്ലപോലെ ചിക്കനിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കഴിക്കാണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും.
മനസ്സിലായോ? കൈപ്പുണ്യമുള്ള എന്റെ കൈപ്പുണ്യം. അതെ, മസാലയില് ജസ്റ്റ് ചിക്കനിൽ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൈപ്പുണ്യം എന്ന് പറയണല്ലേ. അങ്ങോട്ട് മസാല തേക്ക്. നമുക്ക് മന്തി ഉണ്ടാക്കണതിൻ്റെ സ്റ്റാർട്ടിങ് ആട്ടോ. ഫസ്റ്റ് നമുക്ക് വെള്ളം, അത്യാവശ്യം വേണ്ട വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതൊക്കെ ഇടാം. സ്പൈസസ് ആയിട്ടുണ്ട്. കറക്റ്റായി പറഞ്ഞു കൊടുക്കാം. നമുക്കിത് കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാത്തത്. നമ്മൾ ജസ്റ്റ് ഇന്നൊരു ഫണ്ണായിട്ട് ഒരു എന്താണ് മന്തി നൈറ്റാണ് വിത്ത് മൂവി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിളച്ചിട്ടുണ്ട്. ചൂടുവെള്ളം വെച്ചുകൊണ്ട് സാധനം തിളച്ചു പോയി. റൈസും കൂടി ഇട്ടിട്ട് ഇതാക്കാം. അന്യം കൂടി കാണിക്കും സിനിമ. ഹായ് ഗൈസ്. ഇപ്പോഴാണ് അത് എപ്പോഴെപ്പോഴും പറയേണ്ട ആവശ്യമില്ലടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രാവശ്യം പറഞ്ഞില്ലേ, അതിന് മാത്രമായിട്ട് നീ ഇതാക്കുന്നത്. എന്തെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുക്കിങ്ങിനാകുമ്പോൾ നമ്മളിങ്ങനെ സാധനങ്ങൾ ഇടുക മാത്രമല്ല, എന്തെങ്കിലും ഇങ്ങനെ വർത്താനം പറയണ്ടേ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ബോറടിക്കുന്നു പറയില്ല. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ പറയാണ്ട്. ബോറടിക്കുന്നുണ്ടോ ഗൈസ്? ഞാൻ പറയും, എനിക്ക് പറയാൻ ടോപ്പിക് എന്നുള്ളതല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതൊരു എന്റർടൈൻമെന്റ് ആക്കുക. അതാണ് മെയിനായിട്ട് ഇതിന്റെ ഒരു ലക്ഷ്യം. മനസ്സിലായോ? നമ്മുടെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് ജസ്റ്റ് നമ്മളൊരു എന്റർടൈൻമെന്റ് കൊടുക്കുക, അതിനെ ഒരു ഇതാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ. എല്ലാം ഓക്കെയാണ്. ഇത് റൈസ് ആകട്ടെ. അതാകുമ്പോഴത്തേനും അടുത്ത പരിപാടി ബിസി. മൈ ഹസ്ബൻഡ് ഈസ് സോ ബിസി മാൻ. വേറെ ആർക്കെങ്കിലും കിട്ടുമല്ലേ ഇത്ര നല്ല അയ്യടാ സോപ്പിങ്. ചിക്കൻ കഴുകാൻ കൊടുക്കാത്തതിനുള്ള സോപ്പിങ് അല്ലേ? അതല്ലേ പറയണ്ടേ? അത് എന്ത് ആവി ഒന്നുമില്ല. എന്ത് എനിക്ക് മനസ്സിലായില്ല. നമ്മളിന്ന് എന്താ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു മന്തി നൈറ്റ്, അതായത് ജസ്റ്റ് മന്തി ഉണ്ടാക്കുക. അപ്പൊ നമ്മള് ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മന്തി ഇവിടെ റെഡിയാണ്. മന്തി ഇവിടെ റെഡി ആവണം. ഇനി ഇത് ആയതിനു ശേഷം നമ്മൾ അത് ചിക്കൻ ഇട്ടിട്ട് അത് എന്താക്കണം. അത് ശരി, മന്തി വേണം വെക്കാതെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സഹായിച്ചില്ല ഞാൻ പറയില്ല, സഹായിച്ചിരിക്കണം. എനിക്ക് ഉള്ളി വെട്ടി തന്നു, മറ്റേ ക്യാപ്സിക്കം പൊടിച്ചു തന്നു, അതൊക്കെ ചെയ്തു. പക്ഷെ ഇതെന്താ നമ്മൾ ചെയ്യണമെന്ന് കൂടി അറിയണ്ടേ? കഴിഞ്ഞുള്ളിൽ മെയിൻ കുക്കാണ്, നീ അടുക്കളയിൽ കുക്ക് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കണത്. ഇതൊക്കെ അവര് വിശ്വസിക്കണ്ടേ? അതൊക്കെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മന്തി, ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. സാധാ ചോറ്, സാമ്പാറ്, കോളിഫ്ലവർ ഫ്രൈസ്, എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ളത്. ബിരിയാണി, മന്തി, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ സാധനം ഇഷ്ടമുള്ളൂ. എനിക്ക് നേരെ തിരിച്ച് എനിക്ക് സാധാ ചോറ്, സാമ്പാർ, അച്ചാർ കഴിക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഇങ്ങനെ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തന്നെ കഴിക്കണ്ടേ. അപ്പൊ നമ്മള് കുറച്ച് പ്രായത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലപോലെ ഫുഡ് കഴിക്കണം. അങ്ങനത്തെ ഒരു കൺസെപ്റ്റുള്ള ഒരു വ്യക്തിയാണ്. അതായത് വെറുതെ നമ്മളിങ്ങനെ ഭക്ഷണം ഒരുപാട് കുറച്ച് കഴിച്ചിട്ടൊന്നും കാര്യമില്ല. വേണ്ടത് കഴിക്കുക. ഈ ഒരു പ്രായത്തിൽ നമുക്ക് കഴിക്കാനുള്ളൂ. കുറച്ചും കൂടി പ്രായം ചെന്നതിന് പിന്നെ ഒന്നും കഴിക്കാനില്ല. പോയിന്റാണ് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ അങ്ങനെ ആദായി ഇതായി അങ്ങനെ ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളായിരിക്കും. So enjoy the time we have. സാധാ ചോറ്. സാധാ ചോറ് കഴിക്കണേ. ഞാൻ സാധാ ചോറ്, ഇക്ക മന്തി അത് ഇത് കഴിച്ചു. സിനിങ്ങനെ നോക്കി വെള്ളമിറക്കുന്നുണ്ട്. റൈസ് ആകട്ടെ, ടൈം കൊടുക്കും. ഇനിയിപ്പോ ഇതായിട്ട് ചിക്കൻ ആവണം. സമയം എത്ര ഉണ്ടെന്ന് അറിയോ? ഒരുപാട് സമയം ആവണം. ഞാൻ പണിയെടുക്കില്ല. മസാല ഒക്കെ പുരട്ടി വെച്ചാൽ അത് ശരി. അങ്ങനെ ഞങ്ങൾ ഫൈനൽ സ്റ്റേജിലെത്തി. നമ്മുടെ മന്തി അവിടെ വെച്ചിട്ടുണ്ട്. മയണീസ് ഏകദേശം ഒക്കെ സെറ്റാക്കി. പിന്നെ നമുക്ക് മന്തി കഴിക്കാൻ മെയിനായിട്ട് വേണ്ട സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ സാലഡ്സ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലെറ്റ്യൂസ്, കുക്കുംബർ, പിന്നെ ഉള്ളി ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്.
ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു അറബിക് സാലഡ് ഉണ്ടാക്കാം. ഓക്കെ, അറബിക് സാലഡേ പറ്റുള്ളൂ. അങ്ങനെയല്ല, മന്തി നമുക്ക് അറബിക് ടൈപ്പ് ഫുഡ് ആയതുകൊണ്ട് ആ ഒരു രീതിയിലുള്ളത് വേണല്ലോ. ഇക്കാന്റെ അറബിക് സാലഡ് ഇതെന്താക്കിച്ചേ? എടുക്കുന്നൊരു എന്താ വെച്ചാൽ തട്ടിക്കൂട്ട് സംഭവമാണ്. നമുക്ക് പെട്ടെന്ന് കഴിക്കാന്നുള്ളത്, കാരണം റൈസ് ആവാനായി. സാലഡ് നമ്മള് ഇതൊന്നുമില്ല, നമ്മള് കുക്കിങ്ങിന്റെ വ്ളോഗൊന്നും അല്ലാത്തതുകൊണ്ട് അത്ര ഡിസൈനൊന്നും ആക്കി വെക്കില്ല. ഉള്ളതെല്ലാം കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ച് നമ്മള് ഉപ്പും പിന്നെ ഒരു നാരങ്ങയും പിഴിഞ്ഞാൽ സംഭവം അടിപൊളി. മന്തിന്റെ ഒപ്പം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. എന്ത് ഒന്നല്ല. ഞാനിപ്പോൾ മയണൈസും കൂടി സെറ്റാക്കുക. സാലഡ് റെഡി ആയിട്ടുണ്ട്, മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്ന് മറ്റേ റൂമിൽ നിന്നാക്കിയല്ലോ കഴിക്കല്, കാരണം ബെഡും സെറ്റാക്കി അവിടെ നമുക്ക് മറ്റേ ടാബൊക്കെ വെച്ചിട്ട് സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ അവിടെ നിന്ന് കഴിക്കാം. കാരണം ഇവിടെ എല്ലാവരും പാടെ ഉള്ളതുകൊണ്ടേ നമ്മൾ ഷെയർഡ് റൂമാണ്, ഹൗസാണ് ഇവിടെ. അപ്പോൾ ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല, ആംബിയൻസ് അങ്ങനെ ഒന്നും കിട്ടില്ല. നമുക്ക് ജസ്റ്റ് കഴിച്ചിട്ട് പോകുന്ന മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഫുഡിങ് ആക്കാം. ഓക്കെ അല്ലേ? ഞങ്ങളങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം ഓക്കെ ആക്കി ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കണം. കഴിച്ചിട്ട് മൂവിയൊക്കെ കണ്ട് നല്ല കഴിക്കാന്നുള്ള പ്ലാനിലാണ്. നമ്മളെന്തായാലും നമ്മുടെ മന്തി നൈറ്റ് ഇന്ന് ഇവിടെ നിർത്തുകയാണ്. നമ്മളിന്ന് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക. ഒരു ചേഞ്ച്, അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ വർക്കും കാര്യങ്ങളും വന്ന് എന്തെങ്കിലും കഴിക്കണ ഇതാക്കണ സമയത്ത് ജസ്റ്റ് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, ഇനിയും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ.